ക്ഷമിക്കണം, പാലക്കാട് 125ന്റെ ലീഡ് ഉറപ്പാക്കിയിരിക്കുന്നു. വയനാട്ടിൽ പ്രിയങ്ക അങ്ങനെയാണെങ്കിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും? 3.25 ലക്ഷത്തിന് മുകളിൽ എന്തായാലും പോകുന്നേ, ഉറപ്പായിട്ടും പോകും. പോസ്റ്റൽ ബാലറ്റിൽ 4200 വോട്ടുകൾക്ക് പ്രിയങ്ക. UR പ്രദീപ് 1071 വോട്ടുകൾക്ക് മുന്നിൽ. ഒന്നാം റൗണ്ടും എണ്ണി തുടങ്ങുന്നു. 1071 വോട്ടുകൾക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വോട്ടർമാരെ നിങ്ങൾ ഇത് കേൾക്കുക. ഒന്നാം റൗണ്ടിന്റെ ആദ്യ സൂചനകൾ വരുമ്പോൾ 1071 വോട്ടുകൾക്ക് മുന്നിൽ. കഴിഞ്ഞ തവണ ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ 3000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. ഏകദേശം 3000-ഓളം വോട്ടുകൾക്ക് മുന്നിലായിരുന്നു രാധാകൃഷ്ണൻ. മറികടക്കുമോ എന്നതാണ് ചോദ്യം. അതെ, UR പ്രദീപ് തപാൽ വോട്ടുകളിലും മുന്നിൽ തന്നെയായിരുന്നു. 233 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തത്. രമ്യക്ക് 115 വോട്ടേ തപാൽ വോട്ടുകൾ. ആ വോട്ടിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ തപാൽ വോട്ടിൽ നോക്കുകയാണെങ്കിൽ UR പ്രദീപ് 233 വോട്ടുകൾ തപാൽ വോട്ടുകൾ നേടി. രമ്യ 115, ബാലകൃഷ്ണൻ 38 ഉള്ളൂ. ഭൂരിപക്ഷം 118 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തപാൽ വോട്ടുകളിൽ UR പ്രദീപിന് ലഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെ സൂചനകൾ വരുമ്പോൾ 152 വോട്ട് കേട്ടോ. UR പ്രദീപിന് 152 വോട്ടുകളുടെ ലീഡാണ്. 152 വോട്ടുകളുടെ ലീഡാണ് ചേലക്കരയിൽ വന്നിരിക്കുന്നത് UR പ്രദീപിന്. നോക്കൂ, പാലക്കാട് അടിവെച്ച് NDAയുടെ വോട്ടുകൾ ഈ 152 പോസ്റ്റലാണോ വരുന്നു? പോസ്റ്റൽ ബാലറ്റിൽ 182 വോട്ടുകളുടെ ലീഡാണ് ചേലക്കരയിൽ നിലവിൽ UR പ്രദീപിനുള്ളത്. അതേസമയം പാലക്കാട് വരുന്ന കണക്കുകൾ BJPക്ക് അനുകൂലമാണ്. 2021 പൊളിറ്റിക്കൽ ട്രെൻഡ്, വോട്ടിംഗ് ട്രെൻഡ് അതേപടി ആവർത്തിക്കുന്ന കാഴ്ച. പാലക്കാട് 125 വോട്ടുകൾക്ക് C കൃഷ്ണകുമാർ മുന്നിൽ. ചേലക്കരയിൽ 152 വോട്ടുകൾക്ക് പ്രദീപ് മുന്നിൽ എന്നതാണ്. നേരത്തെ വന്ന 1700 എന്ന കണക്കിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ 152 ആണ്. ഒരു 0 ഇടയ്ക്ക് കയറി വന്നതാണ്. നമ്മുടെ ബൂത്തിൽ നിന്ന് വന്ന വിവരത്തിന് 152 ആണ്. പ്രിയപ്പെട്ടവരെ നോക്കൂ, UR പ്രദീപ് 152 വോട്ടുകൾക്ക് ചേലക്കരയിൽ മുന്നിൽ. പാലക്കാട് 125 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ മുന്നിൽ. തൊട്ടടുത്ത സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ 120. പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് 6000 കടന്നിരിക്കുന്നു. 6415. 6415 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നു. ഏറ്റവും കൗതുകം ഇരിക്കുന്നു. നമുക്കിനി വയനാട് നോക്കുകയേ വേണ്ട. വയനാട് പ്രിയങ്ക ഗാന്ധി കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടും ചേലക്കരയും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. പാലക്കാട് ചേലക്കരയിൽ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ പ്രതീതിയാണെങ്കിലും പോസ്റ്റൽ ബാലറ്റിൽ CKയുടെ കുതിപ്പ്, BJPയുടെ കുതിപ്പ്, ചേലക്കരയിൽ UR പ്രദീപിന്റെ BJPയുടെ ലീഡ് 130 ആയിരുന്നു. C കൃഷ്ണകുമാർ 130 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് ഇതൊരു ട്രെൻഡാണ്. 961 പ്രേക്ഷകർ ശ്രദ്ധിക്കണം, EVM എണ്ണി തുടങ്ങിയിട്ടില്ല പാലക്കാട്ട്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ 900 വോട്ടുകൾ മാത്രമുള്ള പോസ്റ്റൽ ബാലറ്റിൽ 130 വോട്ടുകൾക്ക് പാലക്കാട് CK മുന്നിലാണ് എന്ന് പറയുമ്പോൾ പ്രദീപ് 963 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 963 വോട്ടുകൾക്ക് UR പ്രദീപ് ചേലക്കരയിൽ ലീഡ് ചെയ്യുന്നു. 963 വോട്ടുകൾക്ക് UR പ്രദീപ് ലീഡ് ചെയ്യുന്ന കാഴ്ച. ചേലക്കരയിലെ ഇടതുമണ്ണ് ചോന്നു തന്നെ ഇരിക്കുന്നു എന്നതാണ്. ചേലക്കരയുടെ രാഷ്ട്രീയ മണ്ണിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ്. ഒന്നാം റൗണ്ട് എണ്ണുമ്പോൾ 3000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന ചേലക്കരയിൽ എത്ര വോട്ട് ഇത്തവണ ഒന്നാം റൗണ്ടിൽ വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ചേലക്കരയ്ക്ക് പ്രദീപിനെ മതി എന്ന് തീരുമാനിച്ചോ? 963 വോട്ടിന്റെ ലീഡ്. 1071 വോട്ടിന്റെ ലീഡുണ്ട് കേട്ടോ. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് 1071 ചേലക്കരയിൽ 1071 വോട്ടാണ് ലീഡാണ് ഉള്ളത്. 1071 ലീഡായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ചേലക്കരയിലുള്ള ലീഡ് 1071 വോട്ടായി UR പ്രദീപ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അതേസമയം പാലക്കാട് BJPയുടെ വോട്ട് ഇപ്പോഴും 130 പോസ്റ്റൽ ബാലറ്റിൽ 130 വോട്ടിന്റെ ലീഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വരവൂർ എണ്ണി കഴിയുമ്പോൾ 12 ബൂത്ത് കഴിയുമ്പോൾ 1671 ലീഡാണ് കിട്ടേണ്ടത് LDFന്. വരവൂരിൽ 1600